വഴിയിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി. ഇത്രയും സത്യം, ഇത്രയും കൈപ്പേറിയ അല്ലെങ്കിൽ ഇരുണ്ട സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു കരുത്താണ്. കാരണം ഉള്ളിൽ നിന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യം. മലയാളത്തിലാണ്, കേരളത്തിലാണ് ഇതൊരു അപൂർവ സംഭവമായിരിക്കുന്നത്. ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇതുപോലെ പോലീസ് ഫോഴ്സിനെ, പോലീസ് സേനയെ ശക്തമായി വിമർശിക്കുകയും വളരെ വിശദമായ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട് പോലീസുകാർ, IPSകാർ എഴുതിയത്. അതിലൊന്ന് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ കരുതുന്നത് 1975 IPS ബാച്ചിലെ വിഭൂതി നാരായൺ റായ് എന്ന ഉത്തർപ്രദേശുകാരൻ, പോലീസ് DGP ആയിരുന്ന, ഉത്തർപ്രദേശാണെന്ന് നോക്കണം. പോലീസിന്റെ ഏറ്റവും പോലീസിന്റെ വീര്യം, അതാണ് ഏറ്റവും അശ്ലീലമായി കഴിഞ്ഞിരിക്കുന്ന ഒരു വാക്ക്. ആ വീര്യം ഏറ്റവും പ്രകടമായിരിക്കുന്ന ഉത്തർപ്രദേശിൽ തന്നെ അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഹാഷിംപുര May 22 എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 1987 ഇറങ്ങിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, അവിടെ 1980കളുടെ അവസാനം രാമജന്മഭൂമി പ്രസ്ഥാനം മറ്റും ശക്തി ആർജിച്ച് തുടങ്ങുന്ന ഒരു കാലം. ആ കാലത്ത് പോലീസുകാർ 22 മുസ്ലിം യുവാക്കളെ പിടിച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊന്ന ആ സംഭവത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിചാരണ. എങ്ങനെയാണ് പോലീസുകാർ അവരും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യാൻ കൂട്ടുനിന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഗംഭീരമായ തുറന്നു പറയുന്ന ആ പുസ്തകം വാസ്തവത്തിൽ ഇന്ത്യയിൽ തന്നെ അപൂർവമായ ഒന്നാണ്. അതിന് അദ്ദേഹം ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വിശ്വ പരിഷത്ത് വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം. അദ്ദേഹം ഒരു പുസ്തകമല്ല, അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ഒട്ടേറെ പുസ്തകം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സിനിമയെ ബ്ലോക്ക് ചെയ്യാൻ സംഘടിതമായി ചെന്ന് നശിപ്പിച്ച, തയ്യാറാക്കിയ സംഗതികളൊക്കെ ഉണ്ട്. 1975 ആണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ഈ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്ത മറ്റൊരാൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീ പ്രകാശ് സിംഗ് ആണ്. പ്രകാശ് സിംഗ് 1959 ബാച്ച് IPSകാരനാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ മനുഷ്യാവകാശത്തിനെ കുറിച്ചും പോലീസിന്റെ അമിതാധികാര പ്രയോഗത്തിനെ നിയന്ത്രിച്ചു നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാദിക്കുക മാത്രമല്ല, ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന 2006 സുപ്രീം കോടതിയുടെ വിഖ്യാതമായ വിധി, 7 പ്രധാനപ്പെട്ട കൽപ്പനകൾ, 7 കമാൻഡ്മെന്റ്സ് എന്ന് പറയാവുന്ന 7 കൽപ്പനകൾ, എങ്ങനെയാണ് ഒരാളെ പോലീസ് ഭരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സമീപകാലത്ത് നൽകിയിരിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു അത്. ആ ജഡ്ജ്മെന്റിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ PIL ആണ് അതിന് വഴിതെളിച്ചത്. നിർഭാഗ്യവശാൽ 2006 കഴിഞ്ഞ് 2026, 20 വർഷം കഴിഞ്ഞു. ഇന്നും ഇത് മുഴുവൻ ഈ 7 നിർദ്ദേശങ്ങളും നടപ്പാക്കിയ ഒരു സംസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് സത്യം. കേരളം അടക്കം. ഇന്ന് പത്രത്തിൽ കാണുന്നു 100 കണക്കിന് പോലീസ് ഓഫീസർമാരെ സ്ഥലം മാറ്റം നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടു. അതെല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്നതാണ്. പക്ഷേ ഈ 2006 സുപ്രീം കോടതി വിധിയിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ളത്, അത് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡാണ് ഈ ട്രാൻസ്ഫറുകളും ഒക്കെ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഭരണകൂടം അതിൽ ഇടപെടരുത് എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും സുപ്രീം കോടതി പറയും. നമ്മുടെ കുര്യൻ ജോസഫ് ജസ്റ്റിസ് തന്നെ അംഗമായിരുന്ന ഒരു ബെഞ്ച് പോലും ഇതിങ്ങനെ ഒരു സംസ്ഥാനത്തും ഇത് ബാധകമാക്കിയിട്ടില്ല എന്നുള്ളതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സംഗതികളുണ്ട്. അങ്ങനെ ഈ 2 പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥർ നമ്മുടെ നാടിന് നൽകിയ സംഭാവന അതുല്യമാണ്. ആ ഗണത്തിൽ കേരളത്തിന്റെ, മലയാളിയുടെ അഭിമാനകരമായ സംഭാവനയാണ് ശ്രീ ഹേമചന്ദ്രന്റെ ഈ അധികാരത്തിന്റെ വഴി അനീതിയുടെയും അധികാരത്തിൽ തന്നെ അനീതിയുടെ വിത്തുകൾ എങ്ങനെ അതിശക്തമായി ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇത്.